ഹായ് ഫ്രണ്ട്സ്, ഞാൻ അശ്വതി. എല്ലാവർക്കും പീലീസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. നമ്മളത് തയ്യാറാക്കുന്നത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു മോയ്സ്ചറൈസിങ് ക്രീം എന്നതിലുപരി നല്ലൊരു ബ്യൂട്ടി ക്രീം കൂടിയാണ്. കാരണം തേങ്ങാപ്പാലിൽ ധാരാളമായ ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നു. നമ്മുടെ സ്കിന്നിനെ നല്ലൊരു കളറിനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കുട്ടികൾക്ക് ഇനി പുറത്തു നിന്നൊന്നും ക്രീം മേടിക്കാതെ ഇതൊന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക. നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ഒരു വട്ടം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കുക, അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അപ്പോഴാണ് ഞാൻ മുന്നോട്ട് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. എങ്കിൽ നമുക്ക് സമയം കളയാണ്ട് അതൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ്. അപ്പോൾ അധികം മൂത്തതല്ലാത്ത ഒരു ഇളം തേങ്ങ നോക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നൊന്ന് നന്നായിട്ട് കളഞ്ഞതാണ്. സ്കിന്ന് നന്നായിട്ടൊന്ന് കളയണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചൊറിയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്കിന്ന് കളയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് സ്കിന്ന് പെടാതെ ചിരകി എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കഷ്ണാക്കി എടുത്ത് സ്കിന്ന് കളഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. പേസ്റ്റ് ആക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നത് നമ്മുടെ തേങ്ങേൻ്റെ വെള്ളം തന്നെ ആയിരിക്കണം. തേങ്ങ പൊട്ടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആ വെള്ളമല്ലോ, ആ വെള്ളം ഒഴിക്കുക. അല്ലാതെ വേറെ വെള്ളം എടുത്ത് ഒഴിക്കരുത്. അതും അധികം ഒഴിക്കരുത്. ചെറിയതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കൊന്ന് അരച്ചെടുക്കാൻ പാകത്തിന്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള ക്രീമി രൂപത്തിലേക്ക് കിട്ടില്ല. അപ്പോൾ ഒരിത്തിരി വെള്ളം മാത്രം ഒഴിക്കുക, എന്നിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് പാല് മാത്രം ആക്കിയെടുക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം, അതല്ലെങ്കിൽ വെള്ളത്തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. നന്നായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു അരമുറി തേങ്ങയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 2-3-4 ദിവസത്തേക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക. ആവശ്യത്തിനനുസരിച്ച് ഒരു 5 ദിവസത്തിൽ കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്കിത് പറ്റില്ല. അപ്പോൾ ഒരു 5 ദിവസത്തിന് കണക്കാക്കി ഒരു തേങ്ങ മൊത്തത്തിൽ നിങ്ങൾക്ക് എടുക്കാം. ഇളം തേങ്ങ നോക്കിയെടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ പാലെടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറിലേക്ക് ഇത് ഒഴിച്ച് വെക്കാം. ഒരു ഗ്ലാസ് ജാർ തന്നെ എടുക്കാം. അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഒരു ദിവസത്തേക്ക് നമ്മൾ വൈകുന്നേരമാണ് ചെയ്യുന്നതെങ്കിൽ ഒരു രാത്രി ആ സമയത്തേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു രാത്രി വെക്കുമ്പോഴേക്ക് ഇത് നമുക്കിത് സെറ്റായിട്ട് കിട്ടും. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് നാശമായി പോകും. കാരണം നമ്മൾ വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതാ ഞാൻ തലേദിവസം രാത്രി സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊരു ക്രീമായിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ കുട്ടികളെ കുളിപ്പിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുക. അതിന് ശേഷം അവൻ്റെ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുവിധം ഒന്ന് തണുപ്പ് വിട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കുറച്ചെടുത്ത് കയ്യിൽ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുത്താൽ മതി. അപ്പോൾ ആ തണുപ്പ് നന്നായിട്ട് പോയിക്കോളും. നന്നായി കയ്യിൽ തിരുമ്മിയതിന് ശേഷം കുട്ടികളുടെ മേത്ത് തേച്ച് കൊടുക്കാം. കുട്ടികളുടെ ദേഹത്ത് മുഴുവൻ നമുക്ക് തേച്ച് കൊടുക്കാം, മുഖത്തൊക്കെ തേച്ച് കൊടുക്കാം. യാതൊരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ തന്നെ തേക്കുമ്പോൾ നല്ലൊരു എഫക്റ്റാണ് ഇതുകൊണ്ട് കിട്ടുന്നത്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് വലിയ ആൾക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് ഇതിൽ വേറെ നമ്മളൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് കുട്ടികളുടെ ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു ക്രീമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് തന്നെ സ്കിന്നിന് ഇത്ര മാറ്റം വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ സ്കിന്നിൽ അതിലും നല്ലൊരു എഫക്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ക്രീം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക.